ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇമ്മാനുവേൽ മിഷൻ TV ചാനലിലൂടെ ദൈവജനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യനെല്ലാം വല്ലാത്ത ഒരു വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഹൃദയ തകർച്ചയും വേദനയും സമാധാനമില്ലാത്ത അനുഭവത്തിലൂടെയാണ് നമ്മുടെ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരുടെയും ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വേദഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടങ്ങളിൽ പറഞ്ഞ ഒരു ശക്തമേറിയ സന്ദേശമാണ് ഈ വേദഭാഗം. ഇരിക്കുന്ന അനിമയ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് പറഞ്ഞ ഒരു വേദഭാഗമാണ് ഇത്. കാരണം യേശു കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നതും യഹൂദന്മാർ തന്നെ പിടിച്ച് ഉപദ്രവിക്കുന്നതും തന്നെ ഒരു നിയമ നടപടിയിലേക്ക് താൻ പോകുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള പ്രതിസന്ധി വരുമ്പോൾ തന്നോടൊപ്പമുള്ള ശിഷ്യന്മാർ പതറിപ്പോകുവാൻ, ഇടയനെ വെട്ടുമ്പോൾ ആടുകൾ ചിതറിപ്പോകുമെന്ന് കർത്താവ് പറഞ്ഞ് ഈ താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ചൊക്കെ മുൻകൂട്ടി പറഞ്ഞപ്പോൾ അവരെ ബലപ്പെടുത്തുവാൻ യേശു കർത്താവ് പറഞ്ഞ അതിപ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വേദഭാഗം. അതിങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അപ്പോൾ മനുഷ്യന് ഏത് പ്രശ്നം വരുമ്പോഴും, സന്തോഷമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, സമാധാനമായിക്കൊള്ളട്ടെ, ഏത് വിഷയവും മനുഷ്യന്റെ ഹൃദയത്തെയാണ് ആദ്യം അത് സ്വാധീനിക്കുന്നത്. ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ, അതെല്ലാം മനുഷ്യന്റെ ഹൃദയത്തെയാണ് ബാധിക്കുന്നത്. ഹൃദയമാണ് മനുഷ്യന്റെ സന്തോഷങ്ങളുടെയും ചിന്തകളുടെയും എല്ലാം ഉറവിടമായി നിൽക്കുന്നത് കൊണ്ട് അവന്റെ ഹൃദയത്തിന് ചലനം സംഭവിക്കുമ്പോൾ, ഹൃദയത്തിനകത്ത് വേദനപ്പെടുമ്പോൾ, അവന്റെ ജീവിതത്തെയും അവന്റെ മുമ്പോട്ടുള്ള യാത്രകളെല്ലാം അത് സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 1, ദൈവത്തിൽ വിശ്വസിക്കുക. 2, എന്നിലും വിശ്വസിക്കുക. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ വിജയകരമായിരിക്കുന്ന അനുഭവങ്ങളിലും പരാജയങ്ങളിലുമൊക്കെ വിശ്വാസം കൈവിടാതെ നിൽക്കുന്നുവെങ്കിൽ അവൻ വിജയിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയ്യോബ് എന്നൊരു ഭക്തനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒത്തിരി സന്ദേശങ്ങൾ നിങ്ങൾ അതിനകത്തുനിന്ന് കേട്ടതായിരിക്കാം. ഇയ്യോബിനെ കുറിച്ച് നന്നായി നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ, സമ്പത്തുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. അതിലുപരി തൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ ബാധിച്ചു. താൻ ഒരു ഓട്ട് കഷ്ണം വെച്ച് ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും തൻ്റെ ഹൃദയത്തിലെ വിശ്വാസം ദൈവത്തിന് നഷ്ടപ്പെട്ടില്ല. സ്നേഹിതരെ, താങ്കൾ ഒരു രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, വലിയൊരു സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ കുടുംബ തകർച്ചയിലൂടെ പോകുന്നതായിരിക്കാം, ആരോടും പറയാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇതെല്ലാം തകർന്ന് ചുറ്റുപാട് മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം. പക്ഷെ അകത്തെ വിശ്വാസം നിങ്ങൾ കൈവിടാതിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും. ഇയ്യോബിന്റെ ജീവിതത്തിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു. തന്റെ പുരുഷായുസ് മുഴുവൻ നേടിയെടുത്ത തന്റെ സമ്പാദ്യം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം അതെങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച്. 2, തന്റെ മക്കൾ നഷ്ടപ്പെടുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്താണ് മക്കൾ. കാരണം ആശിച്ച് മോഹിച്ച് വളർത്തി വലുതാക്കി ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു, നല്ല കുടുംബത്തിലേക്ക്, നല്ല ഭാവിയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ മക്കൾ നഷ്ടപ്പെടുക എന്നുള്ളത് ഒരപ്പന് ഒരമ്മയ്ക്ക് സഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇയ്യോബിന്റെ ജീവിതത്തിൽ തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു. 1, സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, തനിക്കുള്ള മുഴുവനും നഷ്ടപ്പെട്ടു. വീണ്ടും താൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് തൻ്റെ ശരീരം മുഴുവൻ രോഗം ബാധിക്കുകയാണ്, വ്രണങ്ങളാൽ ബാധിക്കുന്നു. ഇവിടെ കാണുവാൻ കഴിയുന്നത് തൻ്റെ ശരീരത്ത് മുഴുവൻ രോഗം ബാധിക്കുന്നു. 2, മനസ്സിന്റെ തകർച്ചയും വേദനയും. മക്കൾ നഷ്ടപ്പെട്ടതിന്റെ വേദന, സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ വേദന. 3, തൻ്റെ ശരീരത്തിന്റെ സൗന്ദര്യം. ഒരു വ്യക്തിയാണ് ഇയ്യോബ്. പക്ഷേ തൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൽ വിശ്വസിച്ചു. ഈ രോഗത്തെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും, തൻ്റെ സ്ഥിതി മാറ്റുവാൻ ദൈവത്തിന് കഴിയും, നഷ്ടപ്പെട്ട മക്കളെ മടക്കി തരുവാൻ കഴിയും. ഇതാണ് ഒരു ഭക്തനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ
ഇത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് പ്രതികൂലം അഭിമുഖീകരിക്കുന്നവരെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്നെ ശ്രവിക്കുന്നവരെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, നിങ്ങൾ തകർന്നുടഞ്ഞു പോയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. കാരണം വിശ്വാസത്തിലൂടെ. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? യേശു ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസമാണോ നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ഭൗതിക മേഖലകൾക്ക് നഷ്ടം സംഭവിച്ചേക്കാം, മാനസികവും ശാരീരികമായി നഷ്ടം സംഭവിച്ചേക്കാം. രോഗിയായിട്ട് ചില വർഷങ്ങളായി, മാസങ്ങളായിട്ട് രോഗക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവിൽ വിശ്വസിച്ചാൽ ഇതൊരു നഷ്ടമായി മാറത്തില്ല, അത് അനുഗ്രഹമാക്കി മാറ്റും. യോബിന്റെ ജീവിതത്തിൽ എത്ര വർഷം താൻ രോഗിയായി കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല, എത്ര വർഷങ്ങൾ സമ്പത്തില്ലാത്തവനായി കഴിഞ്ഞു എന്ന് എഴുതി വെച്ചിട്ടില്ല. പക്ഷേ തൻ്റെ വിശ്വാസം അത് മുഴുവൻ ദൈവം അടക്കി കൊടുത്തു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചില പരാജയത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, രോഗത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക തകർച്ചയിലൂടെ കടക്കണി ബാധിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്തിയുടെ വക്കിലായിരിക്കാം, പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിൽ വിശ്വസിച്ചാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പുതിയ ചില വഴികളെ അവൻ തുറന്നു തരാൻ പോകുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ യേശു കർത്താവ് ചെന്നിട്ട് അവിടെ വിലാപം വീട്ടിൽ ചെന്ന് ദുഃഖത്തിലായിരിക്കുന്ന മാർത്തയെയും മറിയെയും ബലപ്പെടുത്തുന്ന ഒരേ ഒരു വാക്കാണ് കർത്താവ് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കരയണ്ട എന്നല്ല അവിടെ പറഞ്ഞത്. നിങ്ങളുടെ നഷ്ടപ്പെട്ട സഹോദരനെ കുറിച്ചുള്ള ആശ്വാസത്തിന്റെ വാക്കുകളല്ല അവിടെ പറഞ്ഞത്. യേശു കർത്താവ് ഒറ്റ വാക്കാണ് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതുകൊണ്ട് ഈ സന്ദേശം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ ചില അവസ്ഥകളെ ദൈവം മാറ്റാൻ പോകുക. ഇന്ന് നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ എത്ര പഴകിയ രോഗമാണെങ്കിലും, നിന്റെ എത്ര വലിയ കൊടിയ വിഷയമാണെങ്കിലും യേശു അത് നിനക്ക് വേണ്ടി സൗഖ്യമാക്കി തരും. രക്തസ്രാവസ്ത്രീ 12 വർഷമായി ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടു. ഭേദം വരാതിരിക്കുമ്പോൾ അവൾ വിശ്വസിച്ചു, അവളുടെ ഹൃദയത്തിനകത്ത് വിശ്വസിച്ചു, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും, ഒരു വിടുതൽ കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചപ്പോൾ 12 വർഷം അവളുടെ നന്മ നഷ്ടപ്പെട്ടു. 12 വർഷം അവൾ അപമാനിക്കപ്പെട്ടു. 12 വർഷം അവൾ നിരാശയിലൂടെ കടന്നുപോയി. 12 വർഷം സമൂഹത്തിൽ അവൾ വെറുക്കപ്പെട്ടു. പക്ഷേ ഒരൊറ്റ വിശ്വാസം കൊണ്ട് 12 വർഷത്തെ അവളുടെ വിഷയത്തെ പരിഹരിക്കാൻ കഴിഞ്ഞത് പണമല്ല, സ്വാധീനമല്ല, അവളുടെ ഒരേ ഒരു വിശ്വാസം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളെയും, ഏത് വിഷയത്തെയും പരിഹരിക്കുവാൻ കഴിയുന്ന ഒന്നുണ്ട്, വിശ്വാസം. അതുകൊണ്ട് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? നീ രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? നിനക്ക് നിത്യജീവനുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, അവൻ നിങ്ങളുടെ സ്ഥിതി മാറ്റും. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.